നമസ്കാരം. മുഖ്യനും കൂട്ടനും കൂടെ വഴിയെ പോകുന്ന ഏണി വലവീശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നടി സ്നേഹയുടെ കയ്യിൽ നിന്ന മുഖ്യനും സർക്കാരിനും ഭേഷ കഴിഞ്ഞ ദിവസം കിട്ടിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. അതിനു മുമ്പ് അടുത്ത പണി ഒരു കാര്യവുമില്ലാതെ ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. യുവജനോത്സവത്തിൽ അതിഥികളായി എത്തുന്ന സെലിബ്രിറ്റികൾ വന്ന വഴി മറന്ന് വൻ പ്രതിഫലം കൈപ്പറ്റുന്നുവെന്നും അത് അവസാനിപ്പിക്കണമെന്നുമായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി വലിയ എന്തോ കാര്യം പറയുന്ന ഗമയിൽ പൊതുമധ്യേ പറയുകയുണ്ടായത്. ആദ്യമൊക്കെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും മറുപടിയും വിശദീകരണവുമെല്ലാം കുറച്ച് കാലതാമസം ഉണ്ടായിട്ടാണ് വരാറുള്ളത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി. എല്ലാം സ്പോട്ടിലാണ് മറുപടി എന്ന കാര്യം ഓർക്കാതെയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ വിമർശനം. എന്നാൽ അക്കാര്യം നടി നവ്യ നായർ കൃത്യമായി ഓർത്തു. യുവജനോത്സവത്തിൽ അതിഥികളായി എത്തുന്ന സെലിബ്രിറ്റികൾ വന്ന വഴി മറന്ന് വൻ പ്രതിഫലം കൈപ്പറ്റുന്നത് അവസാനിപ്പിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ് നാവെടുത്ത് വായിലേക്ക് ഇടും മുമ്പ് തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളിൽ നിന്നും തുറന്നടിച്ച് നടി നവ്യ നായർ രംഗത്തെത്തി. കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു ശിവൻകുട്ടിയെ ഏറിലാക്കുന്ന പ്രസംഗവുമായി നടി നവ്യ നായർ രംഗത്തെത്തിയത്. സർവകലാശാല കലോത്സവം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നും ഈ സെലിബ്രിറ്റികൾ പ്രതിഫലം കണക്കാക്കാതെ ഇത്തരം പരിപാടികളെ സമീപിക്കണമെന്നുമായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനം. എന്നാൽ ജനങ്ങളുടെ പണം കൊണ്ട് നവകേരള സദസ് എന്നൊരു പേരുമിട്ട് നാടിനിളെ ചുറ്റിയടിച്ച ടീമാണ് വന്ന വഴി മറക്കരുത് എന്നും പ്രതിഫലം വാങ്ങരുതെന്നുമെല്ലാം ഇത്തരത്തിൽ പറഞ്ഞതെന്നതാണ് തമാശ. നടന്മാർ അങ്ങനെ പണം വാങ്ങുന്നുണ്ട് എങ്കിൽ അത് അവർ അധ്വാനിച്ചു നേടിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ പേരിലാണ്. അങ്ങനെ അവർ സമ്പാദിക്കുന്നതിന്റെ ഒരു പങ്ക് അവർ പാവപ്പെട്ടവർക്കായി അല്ലെങ്കിൽ അർഹതപ്പെടുന്നവർക്ക് നൽകുന്നതും നാം പലപ്പോഴായി കണ്ടിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ കീശയിൽ കൈയിട്ട് വാരിയോ ജനങ്ങളെ പറ്റിച്ചോ അല്ല അവരാ കാശ് സമ്പാദിക്കുന്നത്. അങ്ങനെയുള്ളവരെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അപമാനിക്കാൻ എന്തർഹത എന്ന വിമർശനമാണ് ഇതിനു പിന്നാലെ ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും താൻ വന്ന വഴി മറക്കില്ല എന്നും കലോത്സവത്തിന് എത്താൻ പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നും നവ്യ നായർ ഇപ്പോൾ ശിവൻകുട്ടിക്ക് കൃത്യമായി മറുപടി നൽകിയിരിക്കുകയാണ്. ഇന്ന് കലാലയങ്ങളിൽ ഒരുപാട് ജീവനുകൾ നഷ്ടമാകുന്നുണ്ട് എന്നും രക്ഷിതാക്കൾ വലിയ പ്രതീക്ഷയോടെയാണ് വിദ്യാർത്ഥികളെ കോളേജുകളിലേക്ക് അയക്കുന്നതെന്നും അക്കാദമിക് തലത്തിൽ വലിയ നേട്ടങ്ങൾ സമ്പാദിച്ചില്ല എങ്കിലും ജീവനോടെ ഇരിക്കണമെന്ന് നവ്യ നായർ വിദ്യാർത്ഥികളോട് പറഞ്ഞു. സിനിമകളിലെ കൊലപാതക രംഗങ്ങൾ വിദ്യാർത്ഥികളെ മാനസികമായി സ്വാധീനിക്കുമെന്നും കഞ്ചാവ് ഉപയോഗിക്കുന്ന സിനിമ ഡയലോഗുകൾക്ക് ഇന്ന് വലിയ കയ്യടിയാണ് ലഭിക്കുന്നതെന്നും അടിച്ചു പൊളിക്കേണ്ട കാലമാണ് ഇതെല്ലാം എന്നും നല്ല മനുഷ്യരായി ജീവിക്കണമെന്നും നടി വിദ്യാർത്ഥികളോട് പറഞ്ഞു.